പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ ആഗോള ഹബ്ബാണ് എന്ന് ഇന്ത്യ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ആരോപണം മാത്രമല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ സംസാരിക്കുന്നത്. 1947 ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു മുസ്ലിം രാജ്യമായി അറിയപ്പെടാൻ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ തുടങ്ങിയതിനു ശേഷം, ആരംഭിച്ചതിന് ശേഷം, രാഷ്ട്രമായി മാറിയതിനു ശേഷം എല്ലാ കാലവും കാശ്മീരിലും ഇന്ത്യയുടെ അതിർത്തികളിലും ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, മാന്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരുതരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ ചുമതല. അതിനവർ ചൈനയെ പ്രയോജനപ്പെടുത്തി, ഇറാനെ പ്രയോജനപ്പെടുത്തി, ലോകരാഷ്ട്രങ്ങൾ ഒരുപാട് രാജ്യങ്ങളെ അവർ പ്രയോജനപ്പെടുത്തി. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കാശ്മീരിൽ വലിയ ബഹളം ഉണ്ടാക്കി. കാശ്മീർ അവരുടേതാണ്, പാകിസ്ഥാൻ അധിഷ്ഠിത കാശ്മീർ എന്നും ഇന്ത്യ അധിഷ്ഠിത കാശ്മീർ എന്നും ഒക്കെ പറഞ്ഞ് ആ ഇന്ത്യ അധിഷ്ഠിത കാശ്മീർ കൂടി മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ അതും പാകിസ്ഥാന് വേണം എന്നുള്ള എന്നാൽ അത് ചൈനയാണ് അതിനെ പ്രേരിപ്പിച്ചത്. കാരണം വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ് അതിർത്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. ലഡാക്ക് ആയാലും, ലേ ആയാലും, കാശ്മീർ ആയാലും, ജമ്മു ആയാലും വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ്. അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ, മുസ്ലിം വിഭാഗത്തെ പ്രകോപിപ്പിച്ച് അവർക്കിടയിൽ ഭീകരവാദവും തീവ്രവാദവും അങ്ങനെയുള്ള ആളുകളെ പുറത്തുനിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ പരിശീലിപ്പിച്ച് ആഗോള ഭീകര ഹബ്ബാക്കി കാശ്മീരിലെ ചിലയിടങ്ങളെ മാറ്റി. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മൾ പഹൽഗാമിലും വിവിധ രൂപത്തിൽ കണ്ടതാണ്. ഇപ്പോഴിതാ UN-ൽ, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ വളരെ കൃത്യമായി ആഞ്ഞടിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ആഗോള ഭീകര കേന്ദ്രത്തിൻ്റെ പ്രഭവ സ്ഥാനമാണ്. അവിടെയാണ് ഭീകരത ഉണ്ടാകുന്നത്. അവർ ഭീകരരാണ്. അവിടെ അവരൊരു ജനാധിപത്യ ഭരണമില്ല. അവിടെ സൈന്യവും ജനാധിപത്യവും പിന്നെ ഭരണാധികാരികളും തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ ഭീകരവാദം കൊണ്ടുവരും. പാകിസ്ഥാൻ ആഗോള പ്രഭവ കേന്ദ്രമാണെന്ന് ജയശങ്കർ UN-ൽ പറയുമ്പോൾ അദ്ദേഹം ജനറൽ സെക്ഷൻ അസംബ്ലിയുടെ 80-ാം സെക്ഷൻ്റെ പൊതു സംവാദത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ നെതന്യാഹുവിൻ്റെ വാർത്തകൾ കണ്ടതായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹു പിന്നെ ഇസ്രായേൽ പാലസ്തീനെതിരെ ആഞ്ഞടിക്കുന്നതും ഹമാസിനെതിരെ ആഞ്ഞടിക്കുന്നതും നമ്മൾ കണ്ടു. ഇന്ന് ജയശങ്കർ പാകിസ്ഥാനെതിരെയാണ് വളരെ ഗൗരവമായ കാര്യങ്ങൾ. പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ഷഹബാസ് ഷെരീഫിനെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടാണ് ജയശങ്കർ സംസാരിച്ചത്. യാതൊരു തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളും അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഭീകരരും പാകിസ്ഥാനികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, യാതൊരു വ്യത്യാസവുമില്ല. അവർ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ പ്രവർത്തിക്കുന്നവരാണെന്ന് ജയശങ്കർ ആരോപിച്ചു. ആഗോള ഭീകരതയുടെ പ്രഭവകേന്ദ്രമായ ഒരു അയൽ രാജ്യം ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്കൊരു അയൽ രാജ്യമുണ്ട്. അത് ആഗോള ഭീകര കേന്ദ്രമാണ്. ലോകത്തുണ്ടായ പ്രധാന ഭീകരാക്രമണങ്ങളെല്ലാം ഉറവിടം ആ രാജ്യത്താണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഭീകരരുടെ പട്ടികയിൽ ആ രാജ്യത്തെ പൗരന്മാർ നിറഞ്ഞിരിക്കുന്നു. ഭീകരരുടെ പട്ടിക എടുത്താൽ, ആഗോള ഭീകരരുടെ പട്ടിക എടുത്താൽ അതിൽ മഹാഭൂരിപക്ഷവും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. ഏറ്റവും ഒരു ഉദാഹരണമായി പഹൽഗാം ആക്രമണവും തീവ്രവാദത്തിൻ്റെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യ വിനിയോഗിക്കുകയും ചെയ്യും. അതിൽ ഇന്ത്യയെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള വളരെ ശക്തമായ മുന്നറിയിപ്പാണ് ജയശങ്കർ പറഞ്ഞു. ജയശങ്കർ താരിഫ് ചാഞ്ചാട്ടവും അനിശ്ചിതമായ വിപണി പ്രവേശനമടക്കം അസ്ഥിരത സൃഷ്ടിക്കുന്ന വ്യാപാര നയങ്ങളുടെ ദോഷഫലത്തെക്കുറിച്ചും ജയശങ്കർ വിശദീകരിച്ചു. അപ്പോൾ വളരെ ഗൗരവതരമായ ഒരു ഇടപെടലാണ് UN-ൽ നടന്നിരിക്കുന്നത്. മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്നത് സംവാദങ്ങളാണ്, വിവാദങ്ങളല്ല. ഈ സംവാദങ്ങളിൽ ലോകം ഉറ്റുനോക്കുകയാണ് എന്താണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയുടെ പുറത്ത് പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയവാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഗ്ലോബലായിട്ടുള്ള തെക്കൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സഹായവും സൗഹൃദവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. UN രക്ഷാസമിതി വിപുലീകരിക്കണം. ഉക്രൈനിലും ഗാസ സംഘർഷങ്ങളിൽ നേരിട്ട് ഉൾപ്പെടാത്തവർ പോലും അതിൻ്റെ ആഘാതം അനുഭവിച്ചിട്ടുണ്ടെന്നും ജയശങ്കർ പറയുന്നു. ഉക്രൈനിലായാലും ഗാസയിലായാലും ഹമാസിൻ്റെ പേർക്കാനായാലും പാലസ്തീനായാലും നേരിട്ടിടപെടാത്ത നിരപരാധികളായ ലക്ഷങ്ങൾ ഇതിൽ മരിച്ചു പോകുന്നു എന്നൊരു വിഷയവുമുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഗൗരവതരമായി UN പൊതുസഭയുടെ സംവാദത്തിൽ ജയശങ്കർ ഉയർത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സൂക്ഷിച്ചു തന്നെ, ഇനി പാകിസ്ഥാൻ്റെ മറുപടി വരും. അവർ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അരക്ഷിതരാണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്, കാശ്മീർ അവർക്കുള്ളതാണ്, അങ്ങനെയുള്ള കുറേ മുടന്തൻ ന്യായങ്ങളുമായിട്ട് അവർ വരും. ഒരു ന്യായത്തിലും കാര്യമില്ല. ഭീകരവാദത്തെ തുടച്ചു നിർത്തിയേ കഴിയൂ എന്ന് പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ തെളിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിൽ ഓരോ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ഒരാളെയും കൊല്ലാതെ, അല്ലെങ്കിൽ നാമമാത്രമായ സൈനികർ മാത്രം മരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഭീകരകേന്ദ്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഇന്ത്യ
ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. നമ്മൾ ഭീകരരൊപ്പമല്ല, സമാധാനത്തിനോടൊപ്പമാണ്. പക്ഷേ മാന്താൻ വന്നാൽ അല്ലെങ്കിൽ ചൊറിയാൻ വന്നാൽ, മോഹൻലാലിൻ്റെ പഴയൊരു ഭാഷയുണ്ട്, അതേപോലെ അവാർഡൊക്കെ കിട്ടി നിൽക്കുകയാണ്, നമ്മളായിട്ട് ആരെയും ചൊറിയാൻ പോകില്ല, ഇങ്ങോട്ട് വന്നാൽ മാന്തി പറിക്കും എന്ന് പറയുന്ന കാഴ്ചപ്പാട് ജയശങ്കർ ആഗോള സഭയിൽ UN-ൽ ആവർത്തിച്ചു. തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾ ഇത് വളരെ സാഹൂതമാണ് കേട്ടിരുന്നത്. തീർച്ചയായിട്ടും സമാധാനം പുനഃസ്ഥാപിക്കാനും സംഘർഷങ്ങൾ ഇല്ലാതാക്കാനും തന്നെയാണ് ഇന്ത്യയുടെ എന്നത്തെയും കാഴ്ചപ്പാട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് നമ്മളുടെ സഹോദരങ്ങളെ ചൊറിഞ്ഞാൽ അത് ഭീകരവാദികളാണെങ്കിൽ അവരുടെ താവളത്തിൽ പോയി തകർത്തിരിക്കും എന്നുള്ള സന്ദേശം കൃത്യമായി ലോകത്തിന് നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതും ചെറിയ കാര്യമല്ല.